ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും അടിപൊളി ഒരു പായസ റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഐറ്റം അടിപൊളി ഒരു വെർമസെല്ലിയാണേ. അപ്പം എങ്ങനെ നമുക്കങ്ങ് കലാപരിപാടികൾ തുടങ്ങിയാലോ? ആദ്യം കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം. ആ വെള്ളം ചൂടാവുന്ന ടൈം കൊണ്ട് ചവ്വരി കഴുകി വൃത്തിയാക്കി സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അത് തിളച്ച വെള്ളത്തിലോട്ട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. രണ്ടിളക്കൊക്കെ കൊടുത്ത് നമ്മുടെ ചവ്വരി നന്നായിട്ട് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ചവ്വരി എവിടെ നിന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വെർമിസെല്ലി പാക്കറ്റിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് ഇനി കറുമുറാന്ന് അങ്ങോട്ട് ഇതുപോലെ കൈവച്ചിട്ട് പൊടിച്ചിടുക. അപ്പം നമ്മുടെ വെർമിസെല്ലി എല്ലാം പൊടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ചവ്വരിയും വെന്ത് വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് ചുവട് കട്ടിയുള്ള അടിപൊളി ഒരു ഉരുളി അങ്ങോട്ട് അടുപ്പത്തേക്ക് വെക്കാം. ഇനി ഉരുളിയിലേക്ക് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെർമിസെല്ലി എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതുപോലെ നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. ഈ വെർമിസെല്ലി ഈ ഒരു ഗോൾഡൻ കളർ, നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇളക്കിയെടുക്കാം. കരിഞ്ഞു പോവാതെ നോക്കണേ. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിക്കാം. ഇനി ഈ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി കുറുകി വരട്ടെ. അതുവരെ നമുക്കിതുപോലെ വെർമിസെല്ലി അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ കൂട്ടി വെച്ച് ഇളക്കി കൊടുക്കാം. ഇനി ഈ വെള്ളം എല്ലാം പറ്റി സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത കലാപരിപാടി തുടങ്ങാം. നോക്കിയേ, നമ്മുടെ വെർമിസെല്ലിലെ വെള്ളം എല്ലാം പറ്റി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര നമുക്ക് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാരയും വെർമിസെല്ലിയും കൂടെ ഇതേപോലെ നന്നായിട്ട് യോജിപ്പിച്ച് സെറ്റാക്കി എടുക്കാം. ആ പഞ്ചസാര എല്ലായിടവും എത്തുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചവ്വരിക്കുട്ടനെയും കൂടെ അങ്ങോട്ട് ചേർത്ത് ഇതേപോലെ ഒന്നും കൂടെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഇവർ 3 പേര് നന്നായി മിക്സായി വരുമ്പം അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന നല്ല പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി കൈ എടുക്കാതെ ഇതേപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഇതേപോലെ തിളച്ച് പൊന്തി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യാണല്ലോ ഈ പായസത്തിൻ്റെ ഒരു ഹൈലൈറ്റ്. വല്ലപ്പോഴും ഒക്കെ നമ്മൾ വിശേഷ ദിവസങ്ങളിൽ വെച്ച് കുടിക്കുന്നതല്ലേ, അപ്പം കുറച്ച് നെയ്യ് കൂടിയാലും കുഴപ്പമൊന്നുമില്ലെന്നേ. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ടത് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച പൊടിയാട്ടോ അതിലേക്ക് ഇട്ടത്. ഇനി നമുക്ക് പായസത്തിലേക്ക് വേണ്ട കാഷ്യൂ മുന്തിരിങ്ങയും കൂടെ നെയ്യിലിട്ടൊന്ന് വറുത്ത് സെറ്റാക്കി എടുക്കാം. കാഷ്യൂ ഇതുപോലെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ നമ്മുടെ മുന്തിരി ഇട്ട് ഇതേപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയായ പായസത്തിലോട്ട് ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പായസം റെഡിയായെന്നേ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി പായസം കേട്ടോ ഇത്. അപ്പം ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാനും മറക്കരുതേ കൂട്ടുകാരെ. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. അപ്പം അടിപൊളി ഒരു പുത്തൻ വീഡിയോയുമായി വീണ്ടും കാണാം. ലവ് യു ഓൾ. ബൈ ബൈ.